നമസ്കാരം. ഡിസംബർ മാസത്തിലെ ഫലം. ഡിസംബർ മാസത്തിൽ സാധാരണ ഡിസംബർ 1 തൊട്ട് 15 വരെ സൂര്യൻ വൃശ്ചികം രാശിയിലും, അതിനുശേഷം 16 തൊട്ട് 31 വരെ ധനുരാശിയിലുമാണ്. ശുക്രൻ ആദ്യം തന്നെ, ഡിസംബർ മാസത്തിൻ്റെ ആദ്യം തന്നെ ശുക്രൻ ധനുരാശിയിൽ നിന്ന് കുറേ നാളായി ധനുരാശിയിൽ നിൽക്കുന്നു, അവിടുന്ന് മകരം രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ ഇപ്പോൾ ഉച്ചാരോഹിയാണ്. തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ശുക്രൻ. ബാക്കി ഗ്രഹസ്ഥിതികൾക്കൊന്നും വലിയ മാറ്റങ്ങളില്ല. ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് 12 കൂറുകാർക്കുമുള്ള ഫലങ്ങൾ. ആദ്യം അശ്വതി, ഭരണി, കാർത്തികകാല, മേടക്കൂറം. നല്ല ഫലങ്ങളൊക്കെ അറിയാലോ. ശനി 11-ലും വ്യാഴം 2-ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മാസത്തിൽ 4-ല് ചൊവ്വ നീചസ്ഥനായിട്ട് നിൽക്കുന്നു. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു. ഇത് രണ്ടും കുടുംബ സമാധാനത്തിനും ആരോഗ്യത്തിനുമെല്ലാം നല്ലതല്ല. ബന്ധുക്കളുമായിട്ടുണ്ടാവുന്ന കലഹം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും സമാധാനക്കുറവ്, ഇത് ഈ മാസം ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നേത്രജന്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ, കണ്ണിന് എന്തെങ്കിലും രോഗം വരിക, അതേപോലെ എന്തെങ്കിലും വിഷഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്ന ദോഷങ്ങൾ, ഫുഡ് പോയ്സൺ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. കർമ്മപരമായിട്ടും വളരെ അസ്വസ്ഥത ഉണ്ടാവുന്ന ഒരു മാസമായിരിക്കും. സൂര്യൻ, കർമ്മകാരകനായ സൂര്യൻ അഷ്ടമത്തിലായതുകൊണ്ട് ജോലിസ്ഥലത്ത് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് വളരെ, ഈ 2 കാര്യങ്ങൾ, ആരോഗ്യവും വീടും ജോലിയും, അവനവൻ്റെ കർമ്മരംഗവും, 3 കാര്യം, ഇത് കുറച്ച് ശ്രദ്ധയോടെ ഈ കൂറുകാരെ, മേടക്കൂറുകാരെ നിർവഹിക്കേണ്ടതാണ്. അതിൻ്റെ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിയെയും ശിവനെയും ഉപാസിക്കേണ്ടതാണ്. ശിവന് പ്രത്യേകിച്ച് പാലഭിഷേകവും, ഭഗവതിക്ക് കടുംബായുസം അല്ലെങ്കിൽ ഗുരുതി നിവേദ്യം തുടങ്ങിയ വഴിപാടുകളും കൂടി നടത്തി ആ ഒരു ദോഷശാന്തി വരുത്തേണ്ടതാണ്. ഇതിലൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഈ യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലൂടെ എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ചിക്കൻ ബോക്സ് പോലെയോ യാത്രയിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും വയറിനെന്തെങ്കിലും വലിയ കാര്യമായ അസുഖങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകേണ്ടത്. അടുത്തത് കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിലര, ഇടവക്കൂറം. അസ്വസ്ഥതകളുടെ ഒരു സമയം എന്ന് പറയാം. കാരണം ജന്മത്തിൽ വ്യാഴവും ഈ കർമ്മത്തിൽ ശനിയും സപ്തമത്തിൽ സൂര്യനും വരുമ്പോൾ അവർക്കും നല്ലതല്ല. കാരണം പ്രധാനമായിട്ടുള്ള 2 കേന്ദ്ര ഭാവത്തിൽ 7-ലും 10-ലും പാപഗ്രഹങ്ങൾ വരികയാണ്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പതനങ്ങൾ, വീഴ്ച ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവരുടെ മേൽ എന്തെങ്കിലും പതിക്കുക. അതുപോലെ കൺസ്ട്രക്ഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം. എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും ദേഹത്തൊന്നും വീഴാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയം തന്നെയാണ് ഈ സമയം. അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുള്ള സമ്മർദ്ദങ്ങളോ ബഹളങ്ങളോ, നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമ്മർദ്ദം വരിക, അതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവുക, അതൊക്കെ ഈ ഇടവക്കൂറുകാരുടെ ഫലമാണ്. അതുപോലെ സഹോദരന്മാർക്കും എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാവാൻ അതും ഒരു കാരണമാണ്. ഈ വിദേശത്തുള്ളവരും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരും ഒക്കെ കുറച്ചൊരു നല്ല സമയമല്ല. അപ്പം അത് നോക്കി കണ്ട് നമ്മൾ നിൽക്കണം.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 7-ലെ സൂര്യൻ ഒരു അനിഷ്ടപ്രദനാണ് പൊതുവേ. അത് ഈ 10-ലെ ശനിയും കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ അരിഷ്ടത്തെ കുറച്ചൊന്ന് കൂടുതലാക്കും. ഈ ബുധൻ എപ്പോഴും സൂര്യൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഉള്ളത് ഈ സ്ത്രീകളുമായിട്ടുള്ള കലഹം, ഭാര്യാഭർത്തൃ കലഹം. അതിൽ പ്രത്യേകിച്ചും ഈ ഭാര്യമാർ കലഹിക്കുക. അപ്പോൾ ഭർത്താക്കന്മാർ സൂക്ഷിക്കണം. അങ്ങനെ ഒരു ഫലം കൂടി ഇടവക്കൂറിനുണ്ട്, തിരിച്ചല്ല. അപ്പോൾ ഒരു പ്രകരണത്തിൽ സ്ത്രീഭർഗത പരിഭവം അതകേവ ദങ്കയെന്ന് വേറൊരു പ്രകരണത്തിൽ പറയണ്ടേ. ഏതിൽ സൂര്യൻ ഉണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാവും. സ്ത്രീകൾക്ക് വലിയ പരിഭവം ഉണ്ടാക്കാത്ത വിധത്തിൽ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. അതും ഈ ഒരു ഇടവക്കൂറിൻ്റെ ഒരു ഫലമാണ്. ഏതെങ്കിലും ഈ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട. ഇപ്പോൾ ഷെയറിലാണെങ്കിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ, അവരൊക്കെ കുറച്ചൊന്ന് നീട്ടി വയ്ക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പലപ്പോഴും കാര്യങ്ങൾ സുഗമമായിട്ട് പോകുന്നൊരു സമയമല്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനവധി ഈ താമസവും തടസ്സങ്ങളും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരായിട്ട് കലഹോ കാര്യങ്ങളോ ഒക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മകീരത്തിലര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാല് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരും ശ്രദ്ധിക്കണം. കാരണം ഈ സൂര്യൻ്റെ സ്ഥിതി പൊതുവെ, അതായത് ഡിസംബർ 15 വരെ വൃശ്ചികത്തിലും അതിനുശേഷം ധനുവിലേക്കും മാറുമ്പോഴും ഈ സൂര്യൻ്റെ ഒരു പരാധീനത ഈ കൂറുകാർക്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങളിൽ പിഴവ് വരുത്താണ്ടിരിക്കുക. അച്ഛൻ്റെയൊക്കെ ആരോഗ്യം നോക്കുക. ഈ അച്ഛൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ദോഷം വരാനുള്ള ഒരു സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് പിതൃസ്ഥാനീയരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും, കാരണം ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലും കൂടി ചൊവ്വ വരണ്ട്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്ക് അച്ഛനെന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാൻ, ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നോക്കി, അതാണ് പ്രധാനമായിട്ടും ആ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വല്ലാണ്ട് ചിലവ് വരിക. എത്രയൊക്കെ നിയന്ത്രിച്ചാലും നമുക്ക് സാമ്പത്തികം വല്ലാണ്ട് ചിലവാവുക. 2-ലെ ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു ഫലം കൂടിയുണ്ട്. രസകരമായിട്ടുള്ളൊരു ശ്ലോകം ഉണ്ട്. അത് ഭാവപ്രകരണത്തിലാണ് പറയണത്. ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആവുന്ന പറയാം ഈ പൈസ മുഴുവൻ, ഈ 2-ലെ ചൊവ്വ. അങ്ങനെ ചിന്താമണി ആ ഗ്രന്ഥത്തിലാണത് പറയുക. അപ്പം അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പൈസ ഒരുപാട് ചിലവാക്കാതെ നോക്കണം. വേറൊരു പ്രധാനമായ ഒരു കാര്യം, ഈ മിഥുനം രാശിക്കാർ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വലിയ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പറയണത് അങ്ങനെ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും കുറച്ച് അകൽച്ചയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഡിവോഴ്സ് വേണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 7-ൽ സൂര്യൻ, ആ ഡിസംബർ 15 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്രൻ അഷ്ടമത്തിൽ, ഈ ദാമ്പത്യകാരകനായ ശുക്രൻ അഷ്ടമത്തിൽ, അത്രല്ല ആ ശുക്രനെ ചൊവ്വയുടെ ദൃഷ്ടി. അപ്പോൾ എപ്പോഴും കുടുംബജീവിതം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്തൊക്കെ ഈ വിവാഹ ഇതര ബന്ധങ്ങളിലൊക്കെ ആൾക്കാർ പോയിട്ട് അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാർ അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടി ആകെ വഷളാവാതെ വളരെ ശ്രദ്ധിക്കണം. കാര്യമായിട്ട് തന്നെ കുടുംബജീവിതത്തിൽ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. പുണർതത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കിടകക്കൂറ് നോക്കണം. കർക്കിടകക്കൂറിൽ നീചസ്ഥനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നു. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ശ്വാസകോശ രോഗങ്ങളോ ഹൃദ്രോഗങ്ങളോ ഒക്കെ ഉള്ളവർ വളരെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ രക്തജന്യമായ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഈ ഹിമോഗ്ലോബിൻ്റെ കുറവ്, അയണിൻ്റെ കുറവ് എന്നൊക്കെ പറഞ്ഞുള്ള രോഗങ്ങൾ ധാരാളം ഈ കൂറുകാർക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ശ്വാസം മുട്ടൽ പോലുള്ള കാര്യങ്ങൾ വരാം. അതേപോലെ മറ്റൊരു പ്രത്യേകത, ഈ ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഒരു ആവേശം, ഒരാഗ്രഹം ഈ കൂറുകാർക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികളൊന്നും ചെയ്യണ്ട. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരാഗ്രഹവാസം വരെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്, ജയിലിൽ പോകാനുള്ള യോഗമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കണം.
അവനവൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാൻ അതും നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ മിതത്വം പാലിക്കണം. നമ്മൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ഒരു വല്ലാത്ത ക്രോധാവേശം ഉണ്ടാവരുത്. അതൊക്കെ സാധ്യതയുണ്ട്. ചൊവ്വ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുക, ആരെങ്കിലുമായിട്ട് അടിയുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പരാപവാദ അഹവസാഹസാനി സേനാധിപത്യ പ്രഭുതാഗ്രത്വം പരാക്രമത്വം കരവാളകുന്ത പ്രഹാര വിഖ്യാത മഹിം, ഇതൊക്കെ കൊച്ചുവെ കൊണ്ട് പറയണതാ. കരവാളകുന്ത പ്രഹാരം, അടിയുണ്ടാവുക, യുദ്ധം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ഈ കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ സന്താനങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് അതും ശ്രദ്ധിച്ച് സന്താനങ്ങളുടെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കണം. സന്താനങ്ങളുടെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൂത്ത സന്താനം, ആദ്യത്തെ സന്താനം, അയാൾക്ക് എന്തെങ്കിലും അനിഷ്ടത അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പഠന വിഷയത്തിൽ അവർ കുറച്ച് പുറകോട്ട് പോകാനും ഉള്ള സാധ്യതയുണ്ട്. ഇതാണ് കർക്കിടകക്കൂറിൻ്റെ ഫലം. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങക്കൂറ്, സിംഹരാശി. സിംഹത്തിൻ്റെ സ്വഭാവമുള്ളവരായി ഈ രാശിക്കാർ. ഇങ്ങനെ പെട്ടെന്ന് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് അവർ. ആണ് ഈ സിംഹരാശിക്കാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് 4 സൂര്യൻ ഉണ്ട് ഈ വൃശ്ചിക മാസം. അത് കഴിഞ്ഞാൽ 5-ലേക്കാവുമല്ലോ. ഈ 4 സൂര്യനും 12 ചൊവ്വ. അതും കുറച്ച് അനിഷ്ടമാണ്. അനിഷ്ടം ഉണ്ടാകുമ്പോൾ അനിഷ്ടം എന്ന് പറയണേ. കാരണം അവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ യൂറിനറി ഇൻഫെക്ഷൻസ് അതുപോലുള്ള കാര്യങ്ങൾ വരാണ്ടിരിക്കണം. ധാരാളം അവർ വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്. വേറെ കുറേ കർമാനുഭവങ്ങളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന കാലവും കൂടിയാണ്. അതും വേറെ ഉണ്ട് കേട്ടോ. ഈ 12 ചൊവ്വ നിൽക്കുന്ന അത്ര സുഖമൊന്നുമില്ല. ആകെ ബഹളമയവും അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. 7 മറ്റേ ആളും കൂടി ഉണ്ടല്ലോ, ആരാ? ശനി. കണ്ടക ശനി എന്നുള്ളൊരു സമ്മാനം കൂടി ഇവർക്കുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേന്ദ്രഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് 4 സൂര്യനുണ്ട്, അല്ലെങ്കിൽ 7 ശനിയുണ്ട്. അത് ദോഷമാണ്, അത് വളരെ ദോഷമാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ധനുമാസത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ 5 സൂര്യൻ, 8 രാഹു, അതും ദോഷമാണ്. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ ഒരു ലാഞ്ചനയുള്ള സമയമായതുകൊണ്ട് വളരെ ഈശ്വരീയമായ കാര്യങ്ങളെ കൊണ്ട് അവർ ജീവിക്കണം. ഒരു നവഗ്രഹ പ്രീതി വരുത്തണം. എന്തെങ്കിലും നവഗ്രഹ പൂജയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് പുഷ്പാഞ്ജലിയൊക്കെ അവർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ആരോഗ്യപരമായ വിഷയങ്ങളിലും കുടുംബപരമായ വിഷയങ്ങളിലും ഒരു ദോഷം കാണുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും ഈ ജോലി സംബന്ധമായ ഇപ്പോൾ ജോലി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഈ സമയത്ത് ഏതെങ്കിലും ജോലി രാജിവെക്കാം എന്ന് കരുതിയിരിക്കുന്നവരൊന്നും രാജിവെക്കേണ്ട. ഈ ഒരു സമയം കഴിഞ്ഞിട്ട് രാജിവെച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയില്ല എന്ന് വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടിയില്ല എന്ന് വരും. അതുപോലെ പ്രൊമോഷനൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും. അത് വിഷമിക്കേണ്ട. ഈ കാലത്തിൻ്റെ ഒരു രീതിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ചിങ്ങക്കൂറുകാർ. അതുകൊണ്ട് ശിവഭജനം പ്രത്യേകമായിട്ടും, പ്രത്യേകിച്ച് ഈ സ്വയംഭുവായ ശിവക്ഷേത്രങ്ങളിൽ ശിവന് ധാര കഴിക്കുക, അല്ലെങ്കിൽ കൂളത്തലമാല കൊടുക്കുക, നെയ്വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സ്വയംഭുവായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ അത് കുറച്ച് സമാധാനമാണ്. പറ്റുന്ന പോലെ ശബരിമലയ്ക്ക് പോയിക്കോളും. ഈ 7 ശനി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഗ്രഹസ്ഥിതി കൊണ്ട്. അതുകൊണ്ട് അതൊന്ന് ചെയ്യാം. പിന്നെ ഒരു ഗുണഫലം എന്ന് പറഞ്ഞാൽ, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കും. ശുക്രൻ കുറച്ച് ഉപജയഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അത് നല്ലതാണ്. അതാണ് അതിൽ കുറച്ചൊരു ഭാവം. മറ്റൊരു ഫലമുള്ളത്, ഏതെങ്കിലും ഈ പ്രേമ വിഷയങ്ങളിലൊക്കെ കുടുങ്ങിയിട്ടുള്ളവർക്ക് കുറച്ച് പ്രാതികൂല്യമായ കാലമാണ്. ഏതെങ്കിലും പ്രണയ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് നിരാശരൊക്കെ ആവാതെ ജീവിക്കുക. കാരണം മനസ്സിനെ വല്ലാണ്ട് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാലം കൂടിയാണ് ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം. ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി, ചിത്രയിലര, കന്നിക്കൂറ്. 9
വ്യാഴം നിൽക്കുന്ന സമയം അഭീഷ്ടങ്ങളൊക്കെ സാധിക്കും. 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അനുകൂലാവസ്ഥയിൽ ധാരാളം ധനാഗമം ഉണ്ടാവും. ബുധനും ഏതാണ്ടൊക്കെ ഒരു അനുകൂല ഭാവത്തിലായതുകൊണ്ട് കർമ്മപുഷ്ടി ഉണ്ടാവും. കന്നിരാശിക്കാർക്ക് പൊതുവെ നല്ല ഫലം തന്നെയാണ്. 7 രാഹു കുറച്ച് മേലുവേദനയോ ശാരീരിക വേദനയോ ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ആ രാഹുവും പൊതുവെ ഗുണപ്രദനായിട്ട് തന്നെ ഭവിക്കും ഈ ഇത്രയും ഗ്രഹങ്ങൾ അനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ. കാരണം ഈ ഉപജയരാശിയിലാണ് ശനി വരണത്, അത് നല്ലതാണ്. ഈ ചൊവ്വ 11ൽ നിൽക്കുന്നുണ്ട്, പാപഗ്രഹത്തിന് 11ാം ഭാവം നല്ലതാണ്. സൂര്യൻ 3ൽ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. സൂര്യൻ 4ലേക്ക് വരും മാത്രമേ ഒരു ചെറിയൊരു ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ ഒരു സാഹചര്യമുള്ളൂ. ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ വിചാരിക്കാത്ത കാര്യം പെട്ടെന്ന് അങ്ങനെ നടക്കാതെ വരാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ പൊതുവേ ഈ ഒരു മാസം കന്നിരാശിക്കാർക്ക് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവർ അതെല്ലാം ചെയ്യാം. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അവർക്ക്. അതിനുശേഷം ഈ ചിത്തിരയുടെ 2ാമത്തെ പകുതി, ചിത്തിരയിൽ അര ചോതി വിശാഖത്തിൽ മുക്കാലം ഇങ്ങനെ വരുമ്പോൾ ആ തുലാക്കൂറുകാർക്കും പൊതുവേ നല്ലതാണ്. പക്ഷേ സാമ്പത്തികമായ കാര്യത്തിൽ അവർക്ക് നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. വല്ലാതെ മാനസിക ക്ലേശം ഉണ്ടാവാം, മനസ്സിന് വല്ലാത്ത ക്ലേശം ഉണ്ടാവാം. ബിസിനസ്സിൽ നഷ്ടങ്ങളുണ്ടാവാം. കാരണം 10ൽ ചൊവ്വയുണ്ട്, ചൊവ്വ കാണാതിരുന്നിട്ട് കാര്യമില്ല. 10ലെ ചൊവ്വയും അഷ്ടമത്തിലെ വ്യാഴവും കൂടിയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. എന്നാലും ഈ ശുക്രൻ ഒരു ഉച്ചാരോഹയൊക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾക്കൊരു സമാധാനം അവർക്കുണ്ടാവും. ജീവിതത്തിലൊരു ഉയർച്ച പതുക്കെ പതുക്കെ നമുക്ക് ബോധ്യപ്പെട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ തുലാം രാശിക്കാർക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഭാര്യാഭർത്തൃകലഹങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. കാരണം ഈ 2ാം ഭാവം എന്ന് പറയുന്നത് ഗ്രഹം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഈ 2ാം ഭാവത്തിലെ ആ സൂര്യൻ്റെ ദോഷമുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വലത്തെ കണ്ണിനും എന്തെങ്കിലും രോഗം വരാതെ ശ്രദ്ധിക്കണം. അതാണ് പൊതുവെ തുലാം രാശിയുടെ ഫലം. വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട, അവിടെയും 7ലെ വ്യാഴം നല്ലത് തന്നെയാണ്. കുറേ സമാധാനവും കുറേ സദ്ഫലങ്ങളും തരുന്ന ഒന്നാണ്. പക്ഷേ ഈ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നമ്മുടെ നിത്യാനുഷ്ഠാന കർമ്മങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം വരുത്തി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഉപാസനാ രീതി, നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അതിനോടൊക്കെയുള്ള ഒരു വിമുഖത, ഇതെല്ലാം വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കാര്യമില്ലാത്ത ഒരു നിരാശ, കാര്യമില്ലാത്ത ഒരു ഭയം, അതും ഈ രാശിക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഭയം വരികയാണെങ്കിൽ ഇപ്പം ജീവിതത്തോട് ചില നിരാശയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് ഈ സമയത്തൊക്കെ അത് കൂടുതലായിട്ട് ആവാം. അപ്പോൾ അതിൽ ഭയപ്പെടണ്ട. കാരണം 7ൽ വ്യാഴം ഉള്ളതുകൊണ്ട് ഈ ഒരു കാലവും കഴിഞ്ഞു പോവും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡില്ല, അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി ഇരുന്നാൽ മതി. പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ചെറിയ മാനസിക രോഗങ്ങളുള്ളവർ, ഈ മനോരോഗത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ കുറച്ച് ഈ ഒരു കാലം ശ്രദ്ധിക്കണം. അവർക്ക് കൂടുതൽ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വേണ്ടത് ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുക എന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസമോ കദളിപ്പഴമൊക്കെ നേദിക്കുക. വിശേഷമായിട്ടും ഗരുഡൻ ഉണ്ടെങ്കിൽ ആ ഗരുഡൻ എന്തെങ്കിലും പ്രത്യേകമായ വഴിപാട് കഴിക്കുന്നത് ഈ വൃശ്ചിക കൂറുകാർക്ക് കുറച്ച് നല്ലതായിരിക്കും. അത് അവർക്ക് കുറച്ചും കൂടി സദ്ഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു നമ്മൾ പറയില്ലേ പക്ഷിപീഡ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പക്ഷിപീഡയുടെ ഒരു അവസ്ഥയും കൂടി ഈ രാശിക്കാർക്കുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണ്, ഇപ്പോൾ 5 വയസ്സിന് താഴെ ഈ നക്ഷത്രത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ച് ഈ പക്ഷിപീഡ ബാധ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടതായ കാര്യങ്ങൾ വഴിപാട് ചെയ്യണം. ചില പ്രത്യേക ഈ പക്ഷിപീഡയ്ക്ക് വിശേഷമായിട്ടുള്ള ചില ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ പക്ഷിപീഡയ്ക്ക് വളരെ വിശേഷമാണ്. അതുപോലെ തൃപ്പൂണിത്തുറ എരൂര് മാരൻകുളങ്ങര ക്ഷേത്രം, ഇങ്ങനെ ചില പ്രത്യേക ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, വളരെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള
ക്ഷേത്രങ്ങളിലൂടെയൊക്കെ വഴിപാട് നടത്തി ഈ ദോഷനിവൃത്തി ഈ വൃശ്ചിക കൂറുകാർ നിർവഹിക്കേണ്ടതാണ്. അടുത്തത് ഉത്രാടം, മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം. ധനുരാശി. എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് തടസ്സം അനുഭവപ്പെടുന്നു. ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. 4-ലെ രാഹുവും 6-ലെ വ്യാഴമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സൂര്യൻ 12-ലും അതിനുശേഷം ധനുമാസമാകുമ്പോൾ സൂര്യൻ ലഗ്നത്തിലും വരും. ആ ലഗ്നത്തിൽ വരുമ്പോൾ ഈ ജ്വരസംബന്ധമായ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. പനി മുതലായ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഉള്ളവർ വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലും ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഭൂമി മേടിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർ, ഭൂമി അല്ലെങ്കിൽ വീടൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടേ മേടിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കബളിക്കപ്പെടാനോ അങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊക്കെയോ ചെന്ന് ചാടാനോ ഉള്ള നല്ല സാധ്യത ഈ സമയത്തുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആരോഗ്യവും ശ്രദ്ധിക്കണം. അല്ലാത്ത ടെൻഷൻ ബുധൻ 12-ലൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അതൊക്കെ ആ ബുധൻ 12-ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ ഈശ്വര ഉപാസന ചെയ്തുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഈ ബുധൻ 12-ലും വ്യാഴം 6-ലും വരുമ്പോൾ ശരിക്കൊരു വൈഷ്ണവ അനിഷ്ടത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഈ വൈഷ്ണവ അനിഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കുക മനസ്സിനെയാണ്. മനോദുരിതങ്ങളായിട്ടത് മാറും. മനസ്സിൻ്റെ ബലത്തെ അത് ബാധിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ടും ഈ മനസ്സിൻ്റെ കാരകത്വമുള്ള ദുർഗാദേവിയെയും അതേപോലെ മഹാവിഷ്ണുവിനെയും ആ ലക്ഷ്മീനാരായണമൂർത്തിയെ ഭജിച്ച് ആ രോഗശാന്തി വരുത്തേണ്ടതാണ് ഈ കൂറുകാർ, ഈ ധനുക്കൂറുകാർ. ഉത്രാടത്തിൽ മുക്കാല, തിരുവോണം, അവിട്ടത്തിൽ അര, മകരക്കൂറ്. മകരക്കൂറിൽ ശുക്രൻ 12-ലും അത് കഴിഞ്ഞ് ധനുമാസത്തിൻ്റെ ഡിസംബർ 2-ാം തീയതി ആകുമ്പോൾ ശുക്രൻ മകരൻ രാശിയിലേക്ക് വരേണ്ടത്. അത് നല്ലതാണ്. ശുക്രൻ 12 നിൽക്കുമ്പോൾ 12-ൽ നല്ല ഫലം പറയുന്ന ഒരു ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. കാരണം ധനം ഉണ്ടാക്കി തരും 12-ലെ ശുക്രൻ എന്നാണ് പറയുക. അപ്പോൾ മകരക്കൂറുകാർക്ക് കുറച്ച് ധനാഗമം അല്ലെങ്കിൽ പണം ലഭിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നന്നായിട്ട് ഉപയോഗിക്കണം. 7-ൽ നിൽക്കുന്ന ചൊവ്വ ഏതെങ്കിലും വിദേശയാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാക്കാം. ഈ ഒരു കാര്യം ഇതിലൊന്ന് ശ്രദ്ധിക്കണം. ചാരവശാലാണെങ്കിലും ഏതെങ്കിലും ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം ഈ മകരക്കൂറുകാർ. കാരണം ഈ ശുക്രനും ചൊവ്വയൊക്കെ യോഗത്തിൽ വരുമ്പോൾ ഈ വാഹനാപകടങ്ങൾക്കുള്ള ചെറിയ ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഈ ധനുമാസം ആവുമ്പോൾ ഈ ശുക്രന് പാപം മധ്യസ്ഥിതി വരും. 2-ൽ ശനിയും 12-ൽ സൂര്യനും 7-ൽ ചൊവ്വയും വരുമ്പോൾ അതിനൊരു വാഹനാപകടം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ ഈ സ്ത്രീകൾക്ക്, അതായത് ഭാര്യമാർക്കാണ് അത് കൂടുതൽ ദോഷം ഉണ്ടാവും. ഈ കൂറുകാരുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും അപകടങ്ങളോ ഉണ്ടാവാതെ വളരെ സൂക്ഷിക്കണം. അവരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. ഭാര്യമാരുടെ പേരിൽ ജയാവധത്തെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ചെല്ലണില്ല, അത് കുറച്ച് ഗൗരവമുള്ള ശ്ലോകമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ ഹോമം, കല്യാണം കഴിച്ച് സപത്നിയായിട്ടൊക്കെ ജീവിക്കുന്നവർ അവനവൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ ഹോമം തീർച്ചയായിട്ടും ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണ്. ആ ഒരു ഗ്രഹസ്ഥിതി കുറച്ച് അപൂർവമായിട്ടേ വരുള്ളൂ. അത് ഇപ്രാവശ്യം അതങ്ങനെ വരണുണ്ട്. അതുകൊണ്ടാണ് ആ കൂറുകാർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അടുത്തത് അവിട്ടത്തിലര, പൊരുട്ടാതി, ചതയം. കുംഭക്കൂറ് ശനി നിൽക്കണു, ജന്മശനി നിൽക്കണു. ആരോഗ്യ വിഷയത്തിൽ വളരെ വളരെ സൂക്ഷിക്കണം. 6-ൽ ചൊവ്വയുണ്ട്, രോഗസ്ഥാനത്ത് ചൊവ്വയുണ്ട്. ഇവ രണ്ടും കൂടി ആയാൽ എന്തെങ്കിലും രോഗം വരുത്തി വയ്ക്കാം. അഷ്ടമത്തിലെ കേതുവും നിസ്സാരക്കാരനല്ലെങ്കിൽ വയറ് സംബന്ധമായ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവർ ഡോക്ടറെ കാണണം. കർമ്മരംഗത്ത് അത്ര വലിയ ദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് 4-ലെ വ്യാഴം അതൊക്കെ നോക്കിക്കോളും. സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. ഈ ആരോഗ്യ വിഷയത്തിൽ മാത്രം ആ കൂറുകാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ 11-ലും
ഒക്കെയാണ് ശുക്രൻ്റെ സ്ഥിതി. കുറച്ച് കഴിഞ്ഞാൽ 12ലേക്കും വരും. അതും എല്ലാം തന്നെ ശുഭപ്രദമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഏതെങ്കിലും വലിയ വലിയ എൻജിനീയറിംഗ് സംബന്ധമായ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൽ ആവുന്നവരോ എല്ലാം തന്നെ ഏതെങ്കിലും വല്ല ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനികളിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ എല്ലാം പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്. പൊതുവെ നല്ലതായിട്ടുള്ള ഒരു ഫലമാണ് കുംഭം രാശിക്കാർക്ക് ഉള്ളത്. പൊരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ്. മീനക്കൂറുകാർക്ക് നല്ല ഫലം ശുക്രൻ പ്രദാനം ചെയ്യുന്നു. ഇഷ്ടസ്ഥനായ ശുക്രൻ ദാമ്പത്യ സൗഖ്യവും ധനാഗമനങ്ങളും അതേപോലെ സുകുമാര കലകളിൽ നിന്നുള്ള വിനോദവും എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുക, ഡാൻസ് ആസ്വദിക്കാൻ പറ്റുക, കലകൾ ആസ്വദിക്കാൻ പറ്റുക, അതിനൊക്കെ ഉള്ളൊരു സമയമാണ്. അതേപോലെ നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മേടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഷോപ്പിങ്ങിനൊക്കെ സുഖമായിട്ട് പോയിട്ട് വരാം. നല്ലൊരു ആനന്ദപ്രദമായൊരു ഷോപ്പിംഗ് അനുഭൂതി കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഷോപ്പ് ചെയ്തോളൂ. കാരണം ശുക്രൻ അനുകൂല സ്ഥിതിയാണ്. സൂര്യനും അങ്ങനെ വലിയ പ്രാതികൂല്യ സ്ഥിതിയിലൊന്നുമല്ല. അവിടെ കുറച്ചൊരു പ്രാതികൂല്യ സ്ഥിതി കാണിക്കുന്ന ചൊവ്വയാണ്. അപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കണം. അത് മാത്രമേ ആ കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം 12 ശനിക്ക് കുറേ കാലമായിട്ട് അവിടെ നിന്ന് അവരിപ്പോൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. രാഹുവും കുറേ കാലമായിട്ട് അവിടെ ഉണ്ട്. അവർ കുറേയൊക്കെ അവസ്ഥകൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഭാഗ്യത്തിൻ്റെ ഒരു കുറവ് ഈ രാശിക്കാർക്ക് വരാൻ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് പ്രത്യേകമായിട്ടും ഭാഗ്യസൂക്ത വഴിപാട് കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ദാമ്പത്യ കലഹങ്ങളോ അല്ലെങ്കിൽ വലിയ ബിസിനസ് നഷ്ടങ്ങളോ അങ്ങനെയൊന്നും ഈ കൂറുകാർക്ക് ഇല്ല. ഉത്സാഹമായിട്ട് മുമ്പോട്ട് പോവാം. ഉത്സാഹമായിട്ട് തന്നെ മുമ്പോട്ട് പോവാം. കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് തന്നെ പര്യവസാനിക്കും. പ്രത്യേകിച്ച് അതിൽ ഈ രേവതി നക്ഷത്രക്കാർ, ഈ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദേശത്ത് പോകാനുള്ള ആഗ്രഹങ്ങളുള്ളവർക്ക് അത് നടക്കും. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോവാം അല്ലെങ്കിൽ ജോലിക്ക് പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഔന്നത്യം നമുക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഈ കൂറുകാർക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രമോഷനോ കാര്യങ്ങളോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും. മാത്രമല്ല ഈ അധ്യാപന രംഗത്തുണ്ട് പഠിപ്പിക്കുന്നവർക്ക്, അവർക്കൊക്കെ എന്തെങ്കിലും അവാർഡോ ഒരു അംഗീകാരമോ ഒക്കെ കിട്ടാൻ വളരെ സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വലിയ ദോഷം എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ദോഷം ഉണ്ടാവും. അതൊന്ന് നോക്കി ശനിയുടെ പരിഹാരങ്ങൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊള്ളണം. ഈ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ചീത്തപ്പേരോ നാണക്കേടോ ഒക്കെ ഉണ്ടാവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഗ്രഹസ്ഥിതിയും കൂടി ഉണ്ട്. കാരണം ഈ വാക്സ്ഥാനോദിയായിട്ടുള്ള ചൊവ്വയുടെ നീചസ്ഥിതിയും 12 നിൽക്കുന്ന ശനിക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടിയും എല്ലാം കൂടി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, നാണക്കേടോ എന്തെങ്കിലും ചിത്തപ്പേരോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശനീശ്വരനെ, അയ്യപ്പസ്വാമിയെ, ഭഗവതിയും ധരിച്ചാൽ മതി, ആ ദോഷം മാറും. ബാക്കി പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ വലിയ ദോഷമില്ലാത്തൊരു മാസം ഡിസംബർ മാസം ഈ മീനക്കൂറുകാർക്ക് കഴിഞ്ഞു പോവും. മീനക്കൂറ് എപ്പോഴും ബാലൻസ് ചെയ്യുന്ന ഒരു രാശിയാണ്. മീനം എന്ന പേര് തന്നെ അതാണല്ലോ, മീൻ എപ്പോഴും വെള്ളത്തിൽ നന്നായിട്ട് ബാലൻസ് ചെയ്യും. അതുപോലെ എത്ര ബുദ്ധിമുട്ടുള്ള കാലമായാലും പ്രതികൂല കാലമായാലും നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ മീനക്കൂറുകാർ. അതുപോലെ ആത്മീയമായ ഉത്കർഷമുള്ളവരാണ്. ആ ആത്മീയമായ ഉത്കർഷം ഈ കാലത്തും ഈ ഡിസംബർ മാസങ്ങളിലൊക്കെ ഏതെങ്കിലും തീർത്ഥാടനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. പറ്റുമെങ്കിൽ ഈ സമയത്ത് സാഗര സ്നാനം ചെയ്യുക, കടലിലൊന്ന് കുളിക്കുക. പല ദോഷങ്ങൾക്കും ഒരു നിവൃത്തിയാണ്. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ബീച്ചിൽ ചെന്ന് വെള്ളത്തിൽ ചാടുന്ന പോലെ ചാടിയാൽ പോരാ. ആ ഭയഭക്തി ബഹുമാന പുരസ്സരം ആ വരുണദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ മുങ്ങിക്കുളിക്കും. അതാണ് സേതുസ്നാനം. അതിനാണ് പുണ്യം. അതുകൊണ്ട് ബീച്ചിൽ ചാടി സേതുസ്നാനം ചെയ്തു എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അത് കൂട്ടില്ല, അത് കണക്കിൽപ്പെടില്ല. ഏതെങ്കിലും ബീച്ചിൽ ചെന്ന് ചാടിയ
സേതുസ്നാനാവില്ല. ഇപ്പോൾ പുണ്യമായ സ്ഥലങ്ങളിൽ പോയി സേതുസ്നാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഈ കുറുകാർ പ്രത്യേകിച്ചും ഈ സമയത്ത് ഈ ഒരു ഡിസംബർ മാസത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്. പലപ്പോഴും ദോഷം പറയുമ്പോൾ പറയണ്ടെന്ന് മനസ്സിലുണ്ടെങ്കിലും അത് പറയുന്നത് ആ ദോഷങ്ങളെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ജ്യോതിഷം ശരിക്കൊരു നേത്രം പോലെയാണ്, കണ്ണ് പോലെയാണല്ലോ. നമ്മൾ കണ്ണടച്ച് നമ്മളൊരു വഴി കൂടി പോയാൽ നമ്മൾ ഓരോ കുഴിയിലും കുണ്ടിലും ഒക്കെ വീഴും. മറിച്ച് കണ്ണ് തുറന്ന് നോക്കി പോകുമ്പോൾ ആ കുഴിയിൽ വീഴാതെ, ആ കുണ്ടിൽ വീഴാതെ നമുക്ക് മാറി പോകാൻ സാധിക്കും. അതാണ് ജ്യോതിഷത്തിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് ഈ ഗുണദോഷ സമ്മിശ്രമായി പോകുന്നത്. നമസ്കാരം.